ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്രീപ്പറിൻ്റെ തീമാണ് സ്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പീഡ് റൺ ചെയ്യാൻ പോകണം. സ്പീഡ് റൺ ഇതിൻ്റെ പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇറക്കാൻ പോകും. കാരണം സ്പീഡ് റൺ 2-3-4 മണിക്കൂറൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ട് ഇറക്കണം. ഇതിന് മുമ്പ് ഞാനൊരു വാർഡൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനത്ര വ്യൂസ് ഒന്നും അടിച്ചില്ല ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരുമാതിരിപ്പെട്ട അവരാത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഇതിനെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ട് തരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നു. ഓക്കെ, നമുക്കത് ഇവിടെ നിന്ന് നമ്മൾ സാക്കുറ ബയോമിലാണ് സ്പോൺ ആയേക്കുന്നത്. ഈ സാക്കുറ ട്രീ അങ്ങ് മുറിച്ചെടുക്കാം. നമ്മളെ വേൾഡിലെ ആദ്യത്തെ ബ്ലോക്ക് നമ്മൾ മുറിക്കുകയാണ്. അതെടുത്ത് മാറ്റി വെക്കണം കേസ്. നമുക്ക് അതിലത്ത് അങ്ങ് മാറ്റി വെക്കാം. ഇനി ബാക്കിയൊക്കെ അങ്ങ് എടുത്തേക്കാം നമ്മളെ സുധിയണ്ണൻ്റെ തൊട്ട്. അപ്പോൾ സാക്കുറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബയോമാണ് സാക്കുറ ബയോം. പക്ഷേ ആകെ 2-3 ട്രീ ഉള്ളു കേസ്. അതുകൊണ്ട് സങ്കടമുണ്ട് കേസ്, വളരെ സങ്കടമുണ്ട്. നമ്മൾ സ്പീഡ് റൺ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇവിടെ മരമൊക്കെ മുറിച്ചെടുത്തിട്ട് വേണം. കാരണം നല്ല ഭംഗിയല്ലേ കേസ് സാക്കുറ ബയം കാണാൻ. അടിപൊളിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാക്കുറ ബയം. നമുക്ക് ഈ വുഡങ്ങ് മുഴുവനായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോഴേക്കും ഇച്ചിരി ആവശ്യമുള്ള ടൂൾസ് ബ്ലാങ്കൊക്കെ ഉണ്ടാക്കട്ടെ ആവശ്യമുള്ളത്. ഓ, നല്ല പിങ്ക് കളറാണ് ഇതിൻ്റെ. അടിപൊളിയാണ്. ഈ അടിപൊളി കളറാണ് ഇതിൻ്റെ. അതാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞതാണ്. കളർ വൈസാണ് ഇതിൻ്റെ അട്രാക്ഷൻ ഈ സാക്കുറ ബയോമിൻ്റെ. അല്ലേ, ഞാൻ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു വാള്, ഇത്രയാണ് ആവശ്യം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തേക്കാം. മരം സാപ്ലിങ് ഇവിടെ കിട്ടിയിട്ട് നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടി സാപ്ലിങ് കരുതിയേക്കാം. എന്നാൽ നമുക്ക് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നേരെ കുഴിച്ച് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത് പ്ലീസ് കേസ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് പെട്ടെന്ന് പൊട്ടിച്ചിട കൊച്ചിറങ്ങാൻ, പെട്ടെന്ന് പൊടിയാടേ, ഇത് ധൃതിയുണ്ടേ. ഓക്കെ. രാത്രി ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ അതേ പന്നിക്കുട്ട പന്നിയുടെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബാക്കി ഇവിടെ ഫെർണേസ് പെട്ടെന്ന് ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് കൂടുതൽ മരം വേണ്ടി വരും. കാരണം വടിയാകുമ്പോൾ സർവേ വേണ്ടേ. വൂള് തപ്പിപ്പോണമല്ലോ, അതാണ് മെയിൻ കുഴപ്പം. വൂള് തപ്പിപ്പോവാം നമുക്ക്. അപ്പോഴേക്ക് 2-3-5 പ്ലാങ് ഉണ്ടാക്കിക്കട്ടെ. അപ്പോഴേക്ക് പ്ലാങ് ഉണ്ടാക്കാം. പ്ലാങ് ഓടിക്കോ പ്ലാങ് ഉണ്ടാക്കട്ടെ. ഓടിക്കോ ഗൈസ്. രാത്രി ആവാറായിട്ട് നല്ലൊരു കേവ് കാണുന്നുണ്ട് ഇവിടെ, ഒരു കുഞ്ഞു കേവ്. നമുക്ക് രാത്രി ഇവിടെ നിന്നാലോ. കോളുണ്ട് ഇവിടെ, കോൾ ആവശ്യത്തിനുണ്ട്. കോൾ ഇത് വെച്ചിട്ട് ഒരു ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്ന് ഡേർട്ട് എടുത്തിട്ട് ഈ സ്ഥലം മൂടാം. അപ്പോൾ ആൾക്കാർ നമ്മളങ്ങനെ അടിക്കൂലെന്ന് തോന്നുന്നു. സ്റ്റിക്ക് 4 ടോർച്ച്, 4 മതിയാവും. കുഞ്ഞി കേവ് എക്സ്പ്ലോർ ചെയ്യാൻ 4 ധാരാളം. കുഞ്ഞിതല്ല കേസ്, അത്യാവശ്യം വലിയൊരു കേവാണ്. ബട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇത്തിരി കോള് ഇട്ടിട്ടുണ്ട്. കോള് നമുക്ക് ആവശ്യമുണ്ട് ടോർച്ച് ഉണ്ടാക്കാൻ. സാപ്ലിങ് ചിലപ്പോൾ ആവശ്യം വരും. ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ട് മരമൊക്കെ. തെത്തോട്ടിറങ്ങാമല്ലോ. കോൾ ആവശ്യത്തിനുണ്ട്. കോള് 11 ടോർച്ചായിട്ടുണ്ട്. ടോർച്ചൊക്കെ എന്താ XP ആവുന്നുണ്ടല്ലോ അമ്മേ. അടിപൊളി കേവൊക്കെ കോൾ ആവശ്യത്തിനുണ്ട്. ഇപ്പം കോള് പിന്നെ കിട്ടാൻ പണിയില്ല. നമുക്ക് മറ്റേ സാധനം എന്തോന്നാണ് അതിൻ്റെ പേര് കൊണ്ടിറങ്ങാനായിട്ട്, കോപ്പർ കിട്ടുകയാണെങ്കിലേ പെട്ടെന്ന് ടൂൾസ് ഇത്തിരി കൂടി അടിപൊളിയാക്കായിരുന്നു നമുക്ക്. അയം കിട്ടിയില്ലെങ്കിലും കോപ്പർ കിട്ടിയാലും മതി. സ്പീഡ് റണ്ണല്ലേ, അതുകൊണ്ട് പിന്നെ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. ബട്ട് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്കില്ല ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാവേണ്ട. നമുക്ക് ഇത്തിരി 4 ഒബ്സീഡിയനും പിന്നെ 2 ഡയമണ്ടും വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം, മറ്റേ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ വില്ലേജിൽ നിന്ന് കുറച്ച് ബുക്ക് ഷെൽഫൊക്കെ ഉള്ളൊരു വില്ലേജർ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് നമുക്ക് മറ്റേ ബുക്ക് ഷെൽഫ് കട്ടെടുക്കണം. അയ്യോ പോടാ പണ്ടാർക്കാലം ഒന്നേക്കാണ്. കട്ടിലോട്ടൊന്ന് പോയി നോക്കാം. അയൺ ഗൈസ്, അയൺ ഇവിടെ ഉണ്ട് കേട്ടോ. അയൺ കിട്ടി, വയറിറങ്ങി. അപ്പോൾ അയൺ ടൂൾസായി പെട്ടെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞ പോലെ മറന്നുപോയി. കോബിൾ സ്റ്റോൺ വേണമല്ലേ, ഞാൻ പൊട്ടത്തരം ഇപ്പോൾ കാണിച്ചാൽ. നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ച് നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം.
ഫുള്ള് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കട്ടെ. ഇത് നമുക്ക് 2-3 ടൂൾസ് ആവശ്യമുണ്ട്. പിന്നെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്കൊരു ആക്സ് വേണം. അയ്യോ ആക്സ് വടിയില്ല ഗൈസ്. വടിയില്ല ഗൈസ്. വടി നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. വടി അതാണ് നമുക്ക് ടൂൾസ്. ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു സോഡ്. ഓക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിക്കാക്സ് എടുത്തേ കുഴി തോണ്ടിയാൽ ഇതിപ്പോൾ ഞാൻ കൊണ്ട് കളഞ്ഞാനെ. മറ്റേ ഇത് വെച്ച് മൈൻഡ് ചെയ്യണം, അകത്ത് വെച്ച് മൈൻഡ് ചെയ്യണം നമ്മ. മറ്റേ വുഡൻ പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്യാൻ പോയാനുള്ളതിനും കൂടി പോയാൻ ഞാൻ വെറുതെ കിട്ടു. പിന്നെ ആലോചിച്ചപ്പോഴാണ് കിട്ടൂലല്ല എന്ന് മനസ്സിലായത്. പൊട്ടൻ തന്നെ ഞാൻ പണ്ടേ ഒരു പൊട്ടനാണ്. പിന്നെ അത് വീണ്ടും ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തണ്ടല്ലോ എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങൾ അത് വെളിപ്പെടുത്തി. പക്ഷേ എന്ത് ചെയ്യാനായി, വേറെ ലെവലാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പോകണ്ടല്ലേ അമ്മേ. ടോർച്ച് നമുക്ക് കുറേ ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ടോർച്ചിനോടുണ്ട് കണ്ടിട്ടാ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കേവിൻ്റെ ഉള്ളിലോട്ട് പോകണം. അതേ കേവ് ഇവിടെ വെച്ച് എൻ്റെ ഉമ്മേ പോടാ പറഞ്ഞു പോടാ അയ്യോ പോടാ ഭ്രാന്താ. ഓ പന്നികളെ മോനിപ്പോൾ കൊന്നാനും നമ്മളെ. സാർട്ട് തീർന്ന് ഇനി ഒട്ടച്ചേ പരനാറീനെ കൊല്ലാതെ വിടൂല ഞാൻ. നായയുടെ മോനെ നിനക്കിട്ട് തരാടത്തല്ലേ ഇട്ട് ഞാനിപ്പോൾ തരാട്ടെ. അയ്യോ ഇതല്ല ക്യാച്ചെടുത്തേ. നമുക്കിപ്പോൾ ഹാർട്ട് ഫുള്ളാക്കണം. ഫെർണേസ് വേണം. ഫെർണേസ് അതിവിടെ ഇവിടെ നിന്ന് കുഴിച്ച് നമുക്ക് ബുക്ക് ദേ തിങ്ങാടൊരു സ്ഥലം ദേ അത് പോട്ടെ. നമുക്കിപ്പോൾ ഒരു കോബിൾ സ്റ്റോൺ ആവശ്യം. ഒത്തിരി കോബിൾ സ്റ്റോൺ പെട്ടെന്ന് അപ്പം തീരെ ഒരു വൈൻ തേ അവിടെ അങ്ങാടൊരു വൈൻ കാണണ്ടല്ല. ഉമ്മേ സൂമ്പി സ്പീഡ് റൺ ചെയ്യാമെന്ന് എൻ്റെ അണ്ണാക്കിലടിച്ചെന്ന് പരനാറി. നീ മൂഞ്ചി തൊഴിഞ്ഞി പണ്ടാറടങ്ങി പോകണം. നിനക്കൊക്കെ നിന്നെ ഒന്നും ചെയ്യാതിരിക്കട്ടോ ദൈവം. നിനക്ക് പണ്ടാറടങ്ങി മുടിഞ്ഞ് തൊലങ്ങി നീയൊക്കെ കത്തിപ്പിടിച്ച് മുടിഞ്ഞ് പോണേടാ നീ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം മരം എടുക്കാം, വേറെ വഴിയില്ല. ഞാനാടാ അടുത്തവരുണ്ടാക്കണം. നമുക്കിട്ടുണ്ടാക്കാൻ വേണ്ടിയൊക്കെ കൂടെ വരെയാണ്. ദേശം ഇവിടെ തന്നെ നല്ലൊരു അടിപൊളി കേവണ്ടായിട്ടാണ്. ഓടിക്കുന്ന സൈഡിൽ കൂടെ വെള്ളത്തിൽ കൂടി ഇറുകിയിറങ്ങി. വുഡ് വേണ്ടി വരും. വുഡ് ആവശ്യമുണ്ട് പ്ലാങ്കിന്. സോംബികളൊന്നും കാണാൻ കൊച്ചു ഫുണ്ട. സോംബി കണ്ടു കഴിഞ്ഞാൽ മൈൻപൊന്നും പറയണ്ട. പിന്നെ അങ്ങനെയൊക്കെ കൂടി നമ്മളിട്ട് ഉരുട്ടും. തമ്പാനൂര് ബസ് സ്റ്റാൻഡിലിട്ട് ഉരുട്ടും നമ്മളൊക്കെ കൂടെ. അല്ല മൈൻക്രാഫ്റ്റിലെ വേൾഡിലിട്ട് ഉരുട്ടും. തമ്പാനൂര് ബസ് സ്റ്റാൻഡിലിട്ട് ഉരുട്ടും. നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ശല്യങ്ങൾ. പെട്ടെന്നൊരു പ്ലാൻ ഓടിക്കോ. വില്ലേജർ സോംബിയൊക്കെ എല്ലാം ക്രീപ്പർ മാമൻ. അയ്യോ ഓടിക്കോ പടച്ചോനെ നമ്മളെ കാത്തോളി. അയ്യോ എൻ്റെ അമ്മ പോടാ ഒന്നുമില്ലാത്തവനെ. അയ്യോ ചന്തിയിലും വിട്ടളിക്കില്ലടാ പോടാ. എനിക്ക് ആ വേറെ ബാത്റൂമിൽ പോകാൻ മൂടിയില്ലടേ. പോടാ ഇഷ്ടാ തേക്കെ കൂടെ എന്നിട്ട്. അയ്യോ ക്രീപ്പർ ഓടിക്കോ. ക്രീപ്പർ തിണ്ടികളെ എന്നെയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. ഓക്കെ അമ്മേ എടാ ക്രീപ്പറിനുണ്ടല്ലോ ഒരു ഈ വെറുപ്പിക്കല്. ക്രീപ്പർ കഴിഞ്ഞിട്ടുള്ളൂ മൈൻക്രാഫ്റ്റിൽ വേറെ ഏത് ക്രീച്ചറും. നീയൊക്കെ അനുഭവിക്കോടെ ഒരു ദിവസം. നിനക്ക് കിട്ടി ഞാനൊരു ദിവസം പണി തരൂടാ.
ഇനിയില്ല പൊട്ടാൻ അതിവരിക്കാൻ നീ അടുത്തോട്ട് വന്ന് ബാക്കിലോട്ടോ നീയൊക്കെ കത്തൂലടപ്പാ ഓളയ്യോ വിച്ച് എൻ്റെ ദൈവമേ ഞാൻ വന്നെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഫുള്ള് കോപ്പർ ആർമർ ഇട്ടൊരു മാങ്ങാത്തലേ അയ്യോ അതിൻ്റെ കൂടി ഷീപ്പിനെ കിട്ടി ഹൈമ ആ കോപ്പർ ഇട്ടവനെ നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റും ഗൈസ് ആ കോപ്പർ ഇട്ട പറയുന്നത് നമ്മളെ അയ്യോ എടാ എന്തൊരു ഉന്നോടവന് പരനാറി കൊടുക്ക തുന്നം നമ്മളെ നമ്മുടെ പ്ലാൻ കഴിഞ്ഞത് നമ്മൾ എത്ര സ്ഥലം ഉണ്ടത് അല്ലല്ലോ സ്റ്റിക്ക് ഉണ്ടാക്കുക പെട്ടെന്ന് സ്റ്റിക്ക് ക്രാഫ്റ്റിംഗ് ടേബിള് ക്രിയേറ്റ് ആക്കുക എന്നിട്ട് നമ്മുടെ വാള് ആക്സ് ആരടെ എന്നെ അടിച്ചേ ഇപ്പം ആരെന്നറിയിനെ കൊണ്ട് വല്ലാത്ത മേടാളോ ഇപ്പം ഒരു പണിയാ വന്നേ മോനെ നീ വന്നേ അമ്മണിക്കുട്ടി ചാവമ്മണിക്കുട്ടി ഉന്നില്ലെങ്കിൽ നീ ആദ്യം ഉന്നം അയ്യോ ചന്തിക്കാൻ വിട്ടവൻ അയ്യോ പന്നൻ പന്ന ഇങ്ങോട്ട് വാടാ തൈരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ നിന്നിന്ന് വെള്ളത്തിൽ മുക്കിയിടോടാ എടാ പന്ന നിൽക്കടാ കൊച്ചു പന്ന വാടാ എടാ കൊച്ചു പന്ന വാടാ ഇങ്ങാട് എടാ കൊച്ചു പന്ന നീ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ നീ ഉള്ളിലേക്കൊരു കേവ് തോന്നേമോ എന്താ പതാറിലൊക്കെ കാണുമല്ലേ ഒരു അതിൻ്റെ അടിയിലോട്ട് അയ്യോ പരമാറിക്കൊന്നില്ല എൻ്റെ ബാക്കി എൻ്റെ അമ്മ ഓടിക്കോ മേളോട്ട് ഓടിക്കോ അപ്പോൾ തന്നെ അവിടെ പെടുത്തിയപ്പോൾ എന്താ സുഖം അയ്യേ ആ പനിക്കുട്ടൻ അയ്യേ നമ്മളതേതാ വല്ല അവിടെ പൊട്ടൻ മട്ടൻ ചന്തി അടിച്ച് പൊട്ടിച്ചിട്ട് നീ അങ്ങനെ സൂയിക്കണ്ട എടുത്തേ അവിടെ കയ്യിരിക്കട്ടെ ചാടിയതല്ലേ ഓക്കെ പന്നിയുടെ ഇറച്ചി കിട്ടി പന്നി ഇറച്ചി ഫ്രൈ പെട്ടെന്ന് നമുക്ക് ഇത്തിരി ഫുഡല്ല പറ്റുന്നുണ്ടാവും മറ്റേ സാധനം എന്താണ് അയ്യോ നമ്മുടെ സ്റ്റോൺ അതേ അവിടെ പന്നീനെ കണ്ടല്ലോ ഞാൻ എടാ അടി കൊണ്ടില്ല എടാ സ്ക്രീന് മൊബൈൽ കളിക്കുന്ന PC അല്ലല്ലോ എന്നുള്ള അവനൊക്കെ ഇടിച്ചിട്ടുണ്ട് നമുക്ക് അടിയിലോട്ടങ്ങ് പോവാം ഷീപ്പ് ഞാൻ ഇവിടെ വെച്ച് ചത്തിട്ട് അവിടെ അവിടെ ഷീപ്പിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇപ്പോൾ പോട്ടെ നമുക്ക് ബാക്കി പോയി നോക്കാം ചാടിക്കോ ഞാൻ എന്തിനും ഇവിടെ കളന്ന് കിട്ടണം ഹൈഷ് ഇങ്ങനൊരു ആള് ഇറങ്ങിക്കോ അടിയിൽ മറ്റേ ഞാൻ ഓടിച്ചിട്ട അന്ന് അതിൻ്റെ മനിലാണ് ബാക്കി ഏതേ കണ്ട മറ്റേ നമ്മളെ ലോകയിൽ മറ്റേ നീലി ഒളിച്ചിരിക്കുന്ന സ്ഥലം പോലെ ഉണ്ടല്ലോ കാണാൻ എന്താ ഇങ്ങനെ ഇത് ഷീപ്പ് നമുക്ക് 3 എണ്ണം ഒരെണ്ണം കൂടി മതിയായിരുന്നു ഒരെണ്ണത്തിനെ കൊടുത്താൽ ഷീപ്പിന് നല്ല അടിയിലോട്ടുള്ള കേവ് ഹായ് നല്ല കേവ് ഇട്ട ഇവിടെ നിന്ന് നമുക്ക് കത്ത് പിടിക്കണ സോമ്പി സൈഡിൽ നോക്കി കത്ത് പോയി ചിക്കൻ ഫ്രൈ ആവാം മിക്കവാറും തന്തൂരി വരെ നമുക്ക് പെട്ടെന്ന് മൈൻഡ് ചെയ്തെടുക്കുക നമുക്ക് അടിയിലോട്ട് പോയിട്ട് ഇത്തിരി അയണൊക്കെ മൈൻഡ് ചെയ്തിട്ട് ഷീൽഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ സ്കെലറ്റൻ നമ്മൾ ആ മൂട്ടിലും വിട്ട് കളിക്കും സ്കെലറ്റൻ നല്ല മൊജാങ്ങിൻ്റെയൊക്കെ ഒരു ഐഡിയ സ്കെലറ്റൻ അമ്പ് ഓഫ് സീൻ തന്നെ ഇവിടെ ഒക്കെ എന്നിട്ട് നമുക്കൊരു അത്യാവശ്യമുള്ള ഹാക്സ് പിന്നെ പിക്കാക്സ് സോഡ് സാപ്ലിങ്ങിൽ ഇവിടെ എങ്ങാനും നട്ടുപിടിപ്പിക്കും 3 ചെയ്യും ഓക്കെ നമുക്കിപ്പോൾ ഒരു ഫെർനേസും കൂടെ ആവശ്യമുള്ളതുകൊണ്ട് ഒന്നുകൂടെ മൈൻഡ് ചെയ്യണത് ഇവിടെ ആദ്യം എന്ത് ഭയങ്കര സ്ലോ ആയിട്ട് ഞാൻ വേറെ പിക്കാക്സ് എടുക്കണതിന് പകരം വേറെ ആക്സ് എടുത്തുകൊണ്ട് ഭയങ്കര സ്ലോ ആണ് ഇട്ടാണ് ഞാൻ ഒരു കണ്ടല്ലോ അങ്ങ് അടിക്കടിക്ക് തെളിച്ചോണ്ടിരിക്കുന്നു ഇതേ ഒരു വലിയ നല്ല അത്യാവശ്യം നല്ല വലിയ കേവാണ് അതേ വന്നെടുത്തിന് അടികൊള്ളാനായിട്ട് എടാ പോയി വല്ല പണിക്കുമ്പോടാ അല്ല പിന്നെ വന്ന് കത്തും പിടിച്ച് ഏതും വന്നു ഐ ചപ്പാത്തി തലേമല്ല അയ്യോ ഫുഡില്ല
സ്പൈഡർ മാമ നീ എനിക്കിട്ടുണ്ടാക്കിയതാണ്. ആ നിനക്ക് എനിക്കൊരു അമ്പുണ്ടാക്കാം. ഹേ അമ്മിണി കുട്ടീനെ കാണില്ല. അത് ഞാൻ ഷീപ്പിനല്ലേ കാണുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഷീപ്പുണ്ട്. ഷീപ്പ് വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നനങ്ങൂല. നമുക്കിപ്പോൾ അയ്യോ പെട്ടെന്ന് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തോട്ട് പോയി നമ്മളെ ലാവയാണ്. നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. ദേഷ്യം വരുന്നുണ്ട്. നമുക്കിപ്പോൾ ബെഡല്ല വേണ്ടത്, ഈ സാധനമാണ് വേണ്ടത്. ഇത് ഇൻവെൻട്രിയിൽ എടുത്തിട്ട് ടൈപ്പിന് ഇതിവിടെ എടുത്ത ഇത് ഷീപ്പിനെ തല്ലിക്കൊല്ലവാ. ഷീപ്പേ വാ ഷീപ്പേ മോനെ പോലടാ. നിന്നെ കറി വെച്ച് കേട്ടോണം. ഓക്കെ ഷീപ്പിനെ കിട്ടി. അതേ പാമ്പിനെ കുട്ടീനെ ഇവിടെ ഫുഡിനല്ലേ കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെ ലെതർ വെച്ച് നമുക്കൊരു കുതിര ഉണ്ടായിരുന്നു. കഴുത പോലെ ഇരിക്കണം കുതിര. കണ്ട ഡ്രീമിൻ്റെ പോലെ കറക്റ്റായിട്ട് അതിൻ്റെ നടുക്കാണ് ചാടിയത്. ഞാനൊരു പെവറല്ലേ ഗൈസ് അല്ലേ. എന്തൊക്കെ കാണിക്കണം സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിക്കാസിലല്ല, പിക്കാസ് ഷവൽ ആവശ്യമുണ്ടായില്ലല്ല. നമുക്ക് വുഡ് ഇത്തിരി ആവശ്യമുണ്ട്. വുഡ് മേളിൽ ഇപ്പോൾ എടുക്കണം. അതിനുമ്പോൾ ഉള്ള വുഡ് വെച്ച് നമുക്ക് കത്തിക്കാനിടാം. ഉള്ള വുഡ് എടുത്തിട്ട് ഫ്രൈ ഇട്ടേക്കട്ടെ. നമുക്ക് അപ്പോഴേക്ക് മേളോട്ട് പോയിട്ട് തിരി വുഡ് എടുത്തിട്ട് വരാം. മേളോട്ടോ എടേ രാവിലെ നമ്മളെ തടഞ്ഞു നിർത്തും. മാറി നിൽക്കുക രാവിലെ. ഇങ്ങോട്ട് മാറി ഇങ്ങ് നിൽക്കുക. നോമങ്ങ് പോട്ടെ. അയ്യോ നോമേ ഇങ്ങോട്ട് കയറങ്ങോട്ട് നോമേ. ഇങ്ങോട്ട് കയറിയിട്ട് അത് പെട്ടെന്ന് നമുക്ക് ഇത്തിരി ധൃതിയാണ്. ഞാൻ ഇത്തിരി ധൃതിക്കാം. അയ്യോ ആകാശത്തോട്ടൊക്കെ നോക്കും. എന്തൊക്കെയാണ് ചില നേരത്ത് ലാഗടിക്കും. ലാഗ് എന്നല്ല, എൻ്റെ കൈ തന്നെ പോയിട്ട് വേറെ വല്ലയിടത്തോട്ടൊക്കെ തൊടും. ഇത് ആദ്യം എയറിൽ നിൽക്കണ മരം ഞാൻ തന്നെ വെട്ടിയിട്ടാണ് സംഭവം. ഞാൻ തന്നെ വെട്ടിയിട്ടാണെങ്കിലും എയറിൽ നിൽക്കണ മരം സീനല്ലേ ദേവി. എന്ത് വെച്ചിട ഇതിനൊക്കെ ഉള്ളിൽ വുഡുണ്ട്. വരില്ലെങ്കിൽ അത് കത്തിക്കരിഞ്ഞ് പോകില്ല. വെറുതെ അല്ല, പൈൻ്റെ മറ്റേൻ്റെ ഒക്കെ ഉള്ളിൽ വുഡുണ്ടാവും. മരം സാപ്ലിങ് നമുക്ക് ഇത്തിരി ബോൺമയിൽ ഇട്ടുകയാണെങ്കിൽ സാപ്ലിങ് വളർത്താം. വളർത്തിയിട്ട് ഇവിടെ നമുക്കൊരു കുറ്റിക്കാടാക്കാം, ഫോറസ്റ്റാക്കി എടുക്കാം. ഇത് നമുക്കിങ്ങനെ പറയാം, ഈ ഫോറസ്റ്റ് നിറച്ചും കാടാണല്ലോ. ഇങ്ങോട്ട് കയറടേ. ഇവിടെ ആഹാരത്തിന് ഒരു ക്ഷാമൂല. ഇവിടെ ഒരു ക്ഷാമൂല. ഇങ്ങനെ അയ്യോ ഇതൊന്ന് കയറി. ആവശ്യത്തിന് മുട്ടിട്ടിട്ടുണ്ട്. നമുക്ക് നിലത്തോട്ട് തൊട്ട് മുട്ടിയെടുത്ത് കത്തിക്കാനുള്ള. അയ്യോ വല്ല മൂന്നുണ്ടേ. അതിനോട് മുട്ടിട്ട് പ്ലാങ്ക് ആവശ്യമുണ്ട്. പ്ലാങ്ക് എടുക്കുക. പ്ലാങ്ക് അങ്ങ് ആക്കിയേക്കാം. ഓടിക്കോ ചാടങ്ങാടി. ഈ പേടിക്കാൻ അയ്യോ പാവം അമ്മ. എന്താണിത് നടക്കണ കോഴിമുട്ടയിലുണ്ണിയാണ് ഇത്. നടക്കണ കോഴിമുട്ടയിലുണ്ണി, കാലും കൈയുള്ള കോഴിമുട്ടയിലുണ്ണി കണ്ട. നല്ല ഭംഗിയുണ്ട്. അതങ്ങനെ അങ്ങ് വിടണം, ശരിയാവില്ല. ചത്ത് കോഴിക്കുഞ്ഞായിരിക്കുമല്ലോ. അതല്ലാതെ വേറെ ഒന്നും ആവൂലല്ലോ. സ്റ്റിക്ക് ആവശ്യമേ. നമ്മുടെ അടുത്തുള്ള പോർക്കങ്ങ് എടുത്തിടേ. ഇന്ന് മുണങ്ങടേ അടിയിലോട്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഈ കേവിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ പതിയെ തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. അതിന് മുമ്പ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആരും മറക്കരുത് പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.